ഈശോയിൽ പ്രിയമുള്ളവരെ, ക്രിസ്തുമസിൻ്റെ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. എല്ലാവിധ ഒരുക്കങ്ങളും നമ്മളെ വലിയ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ലോകപ്രശസ്തയായ ഹെലൻ കെല്ലർ തൻ്റെ ജീവിതത്തിലെ ഒരു ക്രിസ്തുമസ് അനുഭവം ഇപ്രകാരം പങ്കുവയ്ക്കുന്നുണ്ട്. താൻ ചെറുപ്പമായിരുന്നപ്പോൾ തൻ്റെ അധ്യാപികയോട് ഒരു ചോദ്യം ചോദിച്ചു. സ്നേഹമെന്നാൽ എന്താണ്? അതിനൊരു നിർവചനം ഹെലൻ കെല്ലറിന് ആവശ്യമായിരുന്നു. ഹെലൻ കെല്ലർ ഒത്തിരിയേറെ വൈകല്യങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു. ബധിരയും അന്ധയും മൂകയുമായിരുന്നു. ഇത്തരം കുട്ടികളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഹെലൻ കെല്ലർ പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഹെലൻ കെല്ലറിൻ്റെ അധ്യാപികർ പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തിരുന്നത് കുട്ടികളുടെ കൈവെള്ളയിൽ വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടാണ്. ഒരിക്കൽ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ ഇത്തരം വൈകല്യമുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്പം വിഷമിച്ചു. ടീച്ചർ പ്രത്യേക ഒരു സാഹചര്യം നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു ക്രിസ്തുമസ് ആഘോഷം. അതിനിടയിൽ സാന്താക്ലോസ് അപ്പൂപ്പൻ വന്ന് ഇത്തരം കുട്ടികൾക്ക് ചെറിയ ചെറിയ സമ്മാനപ്പൊതികൾ നൽകുകയുണ്ടായി. ഹെലൻ കെല്ലറിന് കിട്ടി നല്ലൊരു സമ്മാനം. അടുത്തിരുന്ന കൂട്ടുകാരിക്കും നല്ല സമ്മാനങ്ങൾ കിട്ടി. ഇവർ പരസ്പരം ഈ സമ്മാനങ്ങൾ തൊട്ടു നോക്കി. ഇങ്ങനെ ഈ സമ്മാനപ്പൊതികൾ തൊട്ടു നോക്കുന്നതിനിടയിൽ ഹെലൻ കെല്ലറിൻ്റെ കൈകളിൽ അല്പം ജലത്തുള്ളികൾ വീഴുന്ന ഒരു അനുഭവം ഉണ്ടായി. ഹെലൻ കെല്ലറിന് മനസ്സിലായി തൻ്റെ അടുത്തിരുന്ന കൂട്ടുകാരിയുടെ സമ്മാനപ്പൊതി അല്പം ചെറുതായിരുന്നു. അതിൽ വിഷമിച്ചാണ് ഈ കൂട്ടുകാരി സങ്കടപ്പെട്ട് കരഞ്ഞത്. ഹെലൻ കെല്ലർ ഒരു പ്രവൃത്തി ചെയ്തു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന അല്പം വലുപ്പമുള്ള സമ്മാനപ്പൊതി അടുത്തിരുന്ന കൂട്ടുകാരിയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ആ കൂട്ടുകാരിക്ക് ഒത്തിരിയേറെ സന്തോഷമായി. ഇത് കണ്ട അധ്യാപിക ഓടി വന്ന് ഹെലൻ കെല്ലറിൻ്റെ കൈവെള്ളയിൽ ഇപ്രകാരം എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതാണ് സ്നേഹം, നൽകുന്നതാണ് സ്നേഹം. പിതാവായ ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ് ഈശോ. ഹെലൻ കെല്ലറിനെ സംബന്ധിച്ചിടത്തോളം അന്നു മുതൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത് സ്നേഹം തൻ്റെ ഹൃദയത്തിൽ ജനിച്ച ഒരു അനുഭവമായിരുന്നു. ഈ ഒരു അനുഭവത്തിലേക്ക് നടന്നെടുക്കുകയാണ് നാം ഓരോരുത്തരും. ഈ സ്നേഹമാകുന്ന ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ ജീവിതത്തിൽ ഈശോ പലപ്പോഴുമായിട്ട് ഞാൻ സ്നേഹമാണ്, ദൈവം സ്നേഹമാണെന്നൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്നേഹത്തെ സ്വീകരിക്കാനായിട്ടുള്ള നല്ല ഒരുക്കങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളിലുള്ള വെളിച്ചം അത് അന്ധകാരമായി തീരാതിരിക്കാൻ പരിശ്രമിക്കുക. നമ്മളെല്ലാവരിലും ഒത്തിരിയേറെ നന്മകളുണ്ട്. ദൈവം ഒത്തിരിയേറെ കഴിവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പലപ്പോഴും പല നല്ല സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ വഴി നടത്തിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ഇത്തരം നന്മകളെ വിസ്മരിച്ചുകൊണ്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്വാർത്ഥ മോഹങ്ങൾക്കും ചില പ്രത്യേക സുഹൃത്ത് ബന്ധങ്ങൾക്കും ഒക്കെ പുറകെ പോയപ്പോൾ നമ്മിലുള്ള ഈ പ്രകാശം ചിലപ്പോഴൊക്കെ മങ്ങിപ്പോയിട്ടുണ്ടാകും. പലപ്പോഴും ഈ പ്രകാശത്തിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില പ്രവൃത്തികൾ, ചില പെരുമാറ്റ രീതികൾ, ചില സൗഹൃദങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ടാകും. ഇതിനെയൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളെ തന്നെ കൂടുതൽ പ്രകാശമാനമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആദ്യമേ നമ്മിലുള്ള പ്രകാശത്തെ തിരിച്ചറിയുക, നമ്മിലുള്ള കഴിവുകളെ തിരിച്ചറിയുക. നമ്മുടെ ജീവിതം പ്രകാശമാനമാകുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെയും നമുക്ക് കൂടുതൽ പ്രകാശിപ്പിക്കുവാനായിട്ട് സാധിക്കും. ദൈവം അബ്രാഹത്തെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ ഒരു അനുഗ്രഹമാണ്. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ഒത്തിരിയേറെ നന്മയുടെ ഫലങ്ങൾ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം അബ്രാഹത്തെ നോക്കിക്കൊണ്ട് പറയുക, നീ ഒരു അനുഗ്രഹമാണെന്ന്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാണോ? എൻ്റെ കൂടെയുള്ളവർക്ക്, ഞാനുമായി ഇടപഴകുന്നവർക്ക്, ഞാനുമായി സമ്പർക്കത്തിലായിരിക്കുന്നവർക്കെല്ലാം എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായി മാറ്റിയെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം
പ്രകാശപൂർണമായിട്ട് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നതായിട്ട് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ലേഖന ഭാഗത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവിടത്തോട് ചേർന്ന് നിൽക്കുക. അവിടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കുക. അതിലൂടെ നമ്മുടെ ജീവിതം കൂടുതൽ പ്രകാശപൂർണമാകും. ഈ കാലഘട്ടത്തിൽ ഉപവാസത്തിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപൂർണ്ണമാക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, എത്രത്തോളം എൻ്റെ ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്? എന്നിലുള്ള നന്മയെ കണ്ടെത്തിക്കൊണ്ട് ആ നന്മയെ കൂടുതൽ പ്രകാശിപ്പിക്കുവാനായിട്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എൻ്റെ നന്മയെ പകർന്നു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഹെലൻ കെല്ലറിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുമസ് എന്ന് പറയുന്നത് സ്നേഹം തൻ്റെ ഹൃദയത്തിൽ പിറന്ന ഒരു അനുഭവമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനായി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ സ്നേഹത്തെ കൂടുതലായിട്ട് ഉൾക്കൊള്ളുവാനും ആ സ്നേഹത്തിന് ആഴപ്പെടുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം സ്നേഹമാണ്. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കുമ്പോൾ നമ്മിലുള്ള അന്ധകാരം അകന്നു പോകും. ഒത്തിരിയേറെ വലിയ കൃപകൾ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. സ്നേഹത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ചൊക്കെ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹത്തിന് പലതും സാധ്യമാണ്, ദൈവത്തിന് പലതും സാധ്യമാണ്. ഈശോ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ പലതും നമുക്ക് നിസ്സാരമായി നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ അത് കൂടുതൽ നമ്മളെ നന്മയിലേക്ക് നയിക്കും. ഈ ഒരു അനുഭവത്തിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടം നമ്മെ വിശുദ്ധിയിലേക്കും നന്മയിലേക്കും കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിലേക്കും നമ്മെ നയിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.